ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുസാറ്റ് കാറ്റ് 2023 വെക്ടർ കാൽക്കുലസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ വെക്ടർ കാൽക്കുലസിലെ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 61, 66 ആൻഡ് 128. ഈ 3 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ മുന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കുസാറ്റ് 2024 അതുപോലെ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എക്സാംസിന്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15th ഏപ്രിലിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ mathsion.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 61. The vector r by mod r cube is solenoidal, irrotational, both solenoidal and irrotational, neither solenoidal nor irrotational. ഇതാണ് ചോദ്യം. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, അതായത് r by mod r cube, r by mod r square, ഇത്തരം ചോദ്യങ്ങൾ, സ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ് ആണ്. ഒരുപാട് വർഷങ്ങൾ ഒരുപാട് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതിന്റെ ഒരു ഐഡിയ അറിയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ബട്ട് ഇഫ് ഐഡിയ അറിയില്ലെങ്കിൽ, ഏത് ഡിറക്ഷനിലാണ് ഇത് പോകേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യവും ആണിത്. സോ ഇവിടെ r എന്ന് പറയുന്നത് നമുക്കറിയാം, അത് പൊസിഷൻ വെക്ടർ ആണ് അല്ലെ. പൊസിഷൻ വെക്ടറിനെ നമുക്ക് xi പ്ലസ് yj പ്ലസ് zk എന്ന് പറയാം. ഇതൊരു ആർബിട്രറി പോയിന്റ് ആണ്. നമ്മുടെ സ്പേസിനകത്ത് ഒരു ആർബിട്രറി പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒറിജിൻ 000 എന്ന് പറയുന്ന ഒറിജിനിൽ നിന്ന് ഇതിലേക്കുള്ള ഈ വെക്ടറിനെയാണ്, ഇതിന്റെ വെക്ടർ ഫോമിനെയാണ് നമ്മളിത് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെല്ലാം വെക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് സോളിനോയിഡൽ ഇറൊട്ടേഷണൽ? ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. എന്താണ് സോളിനോയിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെക്ടറിന്റെ ഡൈവർജൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി എ എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ, ഇത് 0 ആണെങ്കിൽ നമുക്ക് ദാറ്റ് വെക്ടർ ഇസ് സോളിനോയിഡൽ എന്ന് പറയാം. ഇനി ഈ ക്രോസ് പ്രോഡക്റ്റ്, ഇത് 0 വെക്ടർ ആണെങ്കിൽ ഈ ക്രോസ് പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് കേൾ എന്ന് അല്ലെ. ദിസ് ഇസ് ഡൈവർജൻസ് ആൻഡ് ദിസ് ഇസ് കേൾ. സോ കേൾ ഓഫ് എ വെക്ടർ 0 വെക്ടർ ആണെങ്കിൽ നമുക്കതിനെ ഇറൊട്ടേഷണൽ എന്ന് വിളിക്കാം. ഇത്രയുമാണ് നമുക്ക് ബേസിക്സ് അറിയേണ്ടത്. സോ ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് വെക്ടർ r ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് r ക്യൂബ്. സോ മോഡുലസ് ഓഫ് വെക്ടർ r ക്യൂബ് എന്നുള്ളതാണ് ഞാൻ ഇനി മുതൽ r ക്യൂബ് എന്നാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്കിതിനെ r ഇൻറ്റു r റേസ് ടു -3, വെക്ടർ r ഇൻറ്റു r റേസ് ടു -3. ഇതൊരു സ്കെയിലാർ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. അത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡോട്ട് എന്ന് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എന്ന് കാണിക്കുന്നത്. അത് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ഇതൊരു സ്കെയിലാർ വാല്യൂ ആണ്. ഓക്കെ, സോ നമുക്കിനി ഇതാണ് കാണേണ്ടത്. ഇത് എന്താണ് എന്നാണ് നോക്കേണ്ടത്. സോ അതിനു മുന്നേ നമുക്ക് നോക്കാം, മോഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കൺവെൻഷൻ പ്രകാരം നമുക്കിതിനെ ആർ സ്ക്വയർ എന്ന് എഴുതാം. സോ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ഇവിടെ നമുക്ക് ഡൈവർജൻസ് ആണ് കാണുന്നത്. അപ്പൊ ഡൈവർജൻസ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ടേമിന്റെയും വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് നമുക്ക് ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിന്റെ സമ്മാണ് അല്ലെ നമ്മൾ എടുക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്, ആറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് സം പോയിന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക്
ഡൈവർജൻസ് ആണ് കാണേണ്ടത് എന്നതുകൊണ്ട്. സോ അതെന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. അപ്പം ഇവിടെ രണ്ട് സൈഡിലും ഞാൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ എന്ത് വരും? 2r ഡോ ആർ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 2x എന്ന് വരും. ദാറ്റ് ഇസ് 2r into ഡോ ആർ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 2x. 2 ക്യാൻസൽ ചെയ്തു. r ഇപ്പുറത്തോട്ട് പോവാണെങ്കിൽ നമുക്ക് ഡോ ആർ ബൈ ഡോ എക്സ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയറർ പിക്ചർ കിട്ടും. എക്സ് ബൈ ആർ. ഇതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു സെഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡോ ആർ ബൈ ഡോ വൈ ഈക്വൽ ടു വൈ ബൈ ആർ, ഡോ ആർ ബൈ ഡോ സെഡ് ഈക്വൽ ടു സെഡ് ബൈ ആർ. ഈ രണ്ട് കാര്യങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഇതിന്ന് കിട്ടും. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി കാണേണ്ടത് ഈ ഒരു വെക്ടറിന്റെ ബേസിക്കലി ഈ ഒരു വെക്ടറിന്റെ ഡൈവർജൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡൈവർജൻസ് ആണ് നോക്കുന്നത്. സോ വെക്ടർ ആർ ഡോട്ട് ആർ റേസ് ടു -3 ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ശരിയാണല്ലോ? ഓക്കെ, അപ്പൊ ഇനി ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഡൈവർജൻസ് അവിടെ നിൽക്കട്ടെ. ഇതിനെ ഈ ആർ വെക്ടർ നമുക്ക് xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതാം. അതിനകത്തേക്ക് ഒരു സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ സ്കേലാർ അതിന്റെ അകത്തോട്ട് വരും, ഓരോ കോമ്പണന്റിന്റെ അകത്തോട്ടേക്കും വരും. സോ നമുക്കിതിനെ എക്സ് ആർ റേസ് ടു -3i പ്ലസ് y r raised to -3j plus z r raised to -3k ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ ഡൈവർജൻസ് എടുക്കാൻ പോവാണ്. അപ്പൊ ഡൈവർജൻസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ടേമിന്റെ ഡൈവർജൻസ് അല്ലെങ്കിൽ ഈ ഒരു ടേമിന്റെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ചെയിൻ റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് this is nothing but u v dash plus v u dash ആണ്. ചെയിൻ റൂൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇനി ഈ ഒരു സംഭവത്തിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാം. summation of divergence of x r raised to -3i ഇങ്ങനെ എഴുതാൻ പോവാം. അപ്പം സമ്മേഷൻ വരുന്നത് എങ്ങനെയാണ്? അപ്പം ഓരോ കോമ്പണന്റിന്റെയും ടേംസിന് ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതി സമ്മേഷൻ കൊടുത്തു. ഇനി സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതേ സാധനം തന്നെയാണ് വരുന്നത്, ശരിയാണല്ലോ? ഇനി ഞാൻ ഈ ഒരു സാധനത്തിന്റെ മാത്രം ഞാൻ ഡൈവർജൻസ് അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മളിവിടെ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? സമ്മേഷൻ ഫസ്റ്റ് ഇതിന്റെ എടുക്കുമ്പോൾ -3r raised to -4 ഡോ ആർ ബൈ ഡോ എക്സ് ഉണ്ടാകും. അതുപോലെ എക്സ് അവിടെ തന്നെ ഉണ്ടാകും. പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് r raised to -3 ഇങ്ങനെ വരും, ശരിയാണല്ലോ? നമ്മൾ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനി നമുക്ക് അറിയുന്ന കാര്യം ഡോ ആർ ബൈ ഡോ എക്സിന്റെ വാല്യൂ എന്താണ് എന്ന് നമുക്കറിയാം. ഡോ ആർ ബൈ ഡോ എക്സ് എക്സ് ബൈ ആർ ആണെന്ന് അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു സമ്മേഷൻ -3r raised to -4 എക്സ് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ എക്സ് ബൈ ആർ, അതായത് എക്സ് ആർ റേസ് ടു -1 എന്ന് വരും അല്ലെ, പ്ലസ് ആർ റേസ് ടു -3. ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ -3r raised to -5 എന്ന് വരും, എക്സ് സ്ക്വയർ എന്ന് വരും, പ്ലസ് ആർ റേസ് ടു -3. ശരിയാണല്ലോ? ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പോവാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓവർ നമുക്ക് ഡൈവർജൻസ് എടുക്കുമ്പോൾ അതൊരു സ്കേലാർ വാല്യൂ ആയിട്ടാണ് മാറുന്നത്. സോ സ്കേലാർ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഐ ജെ കെ കോമ്പണൻസ് ഇല്ല, വെക്ടർ കോമ്പണൻസ് ഇല്ല. സ്കേലാറിൽ ഉള്ള സമ്മേഷൻ എന്താണ്? എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോമ്പണൻസ് ആയിട്ട് ഇത് എന്തായിട്ട് മാറും? എക്സ്പാൻഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇത് ഇവിടെ ഈ r raised to -3 എന്നുള്ളത് 3 ടേംസ് ആയിട്ട് മാറും അല്ലെ. ഈ ഒരു മൊത്തം ടേമിന്റെ സമ്മേഷൻ ആണ് ഓവർ എക്സ് വൈ സെഡ് ആണ് ചെയ്യാനുള്ളത്. സോ നമുക്ക് എന്ത് വരും? -3r raised to -5. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്തായാലും ഈ -3r raised to -5 കോമൺ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. പ്ലസ് r raised to -3 പ്ലസ് r raised to -3 പ്ലസ് r raised to -3 ഇങ്ങനെയാണ് വരിക. This is equal to -3r raised to -5 into x square plus y square plus z square എന്താണ്?
ആർ സ്ക്വയർ ആണ് നമുക്കറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഇത് 3r raised to minus 3 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 3 r raised to minus 3 എന്ന് വരും. പ്ലസ് 3r raised to minus 3. രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 0 എന്നാണ് വരുന്നത്. സോ ബേസിക്കലി നമുക്ക് ഡൈവർജൻസ് 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് സോളിനോയിഡൽ ആണെന്ന് കിട്ടി. ഇത് ഇറോട്ടേഷണൽ അല്ല, സോളിനോയിഡൽ മാത്രമാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് ഇറോട്ടേഷണൽ ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യുന്നത്? നമുക്ക് r ഇൻറ്റു r raised to minus 3 അത് ചെയ്യുന്നു. നമുക്ക് ഈ ഒരു വെക്ടർ കിട്ടുന്നു. ആ വെക്ടറിനെ നമുക്ക് നമ്മുടെ ഡെൽ ഓപ്പറേറ്റർ കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ അല്ലെ, ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അത് 0 അല്ല എന്ന് നമുക്ക് കിട്ടും. സോ ഇത് ഇറോട്ടേഷണൽ അല്ല എന്ന് നമുക്ക് കിട്ടും. ഓൺലി സോളിനോയിഡൽ എന്നതുള്ളത് തന്നെയാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് 66ാമത്തെ ചോദ്യമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിഫറൻസിന്റെ സ്ക്വയർ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ രണ്ട് വെക്ടേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എന്താണ് കോമ്പണന്റ് വൈസ് തന്നെയാണ് വരുന്നത്. അപ്പം ഐ ആ രണ്ടിന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ ആഡോ സബ്ട്രാക്ടോ ചെയ്യുക, എന്താണോ നമ്മുടെ ബേസിക് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ ജെ കോമ്പണന്റ്, അതുപോലെ കെ കോമ്പണന്റ്. അങ്ങനെയാണ് വെക്ടേഴ്സിന്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. സോ അത് കുറച്ച് ഫെയർലി ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം, നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് വെക്ടേഴ്സ് തന്നെയാണ്. സോ ഇവിടെ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഒരു വെക്ടർ തന്നെയാണ്. വെക്ടറിന്റെ സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇഫ് എ ഇസ് എ വെക്ടർ, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് മോഡ് എ സ്ക്വയറിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എന്താണോ നമ്മുടെ വെക്ടർ അതിന്റെ മോഡുലസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്താലും അല്ലാതെ സ്ക്വയർ ചെയ്താലും നമുക്ക് ഈക്വൽ വാല്യൂ ആണ് കിട്ടുന്നത്. കാരണം ഇത് രണ്ടും തമ്മിൽ, അതായത് പി മൈനസ് ക്യൂ ഇൻറ്റു പി മൈനസ് ക്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ ആയിട്ട് മോഡുലസ് ഓഫ് വെക്ടറിന്റെ സ്ക്വയർ തന്നെയാണ് ആ വെക്ടറിന്റെ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ആദ്യം പി മൈനസ് ക്യൂ ചെയ്യാം. പി തന്നിട്ടുള്ളത് ഐ മൈനസ് 2j പ്ലസ് 3k ആണ്. ക്യൂ എന്ന് പറയുന്നത് 3i പ്ലസ് 3j പ്ലസ് k. സോ പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 3 മൈനസ് 2i പ്ലസ് മൈനസ് 2 മൈനസ് 3 മൈനസ് 5j പ്ലസ് 3 മൈനസ് 1 2. ഇതാണ് പി മൈനസ് ക്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ പി മൈനസ് ക്യൂ, പി പ്ലസ് ക്യൂ, മോഡ് പി സ്ക്വയർ മൈനസ് മോഡ് ക്യൂ സ്ക്വയർ, പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ, ഇത്രയാണ് ഓപ്ഷൻസ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലായി ഇതൊരു സ്കെയിലാർ വാല്യൂ ആണ് കിട്ടുക. അപ്പൊ എയും ബിയും എന്തായാലും തെറ്റാണ്. കാരണം എയും ബിയും രണ്ട് വെക്ടേഴ്സിന്റെ സമ്മും ഡിഫറൻസും ആണ്. അവരെന്തായാലും വെക്ടർ ഫോമിലായിരിക്കും. സോ എയും ബിയും എന്തായാലും ആൻസർ അല്ല. അപ്പൊ ഇനി പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ ആണോ അല്ലെങ്കിൽ പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ആണോ വാല്യൂ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ ഇതിന്റെ സ്ക്വയർ നമ്മൾ എന്തായാലും എടുക്കുകയാണ്. ആദ്യം മോഡുലസ് കാണുവാണെങ്കിൽ നമുക്ക് കിട്ടും റൂട്ട് ഓഫ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് റൂട്ട് 33 എന്ന് കിട്ടും. Therefore പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 ആണെന്ന് കിട്ടും. ഓക്കെ. ഇനി അതേസമയം പിയുടെ മോഡുലസ് എടുക്കുവാണെങ്കിൽ, പിയുടെ മോഡുലസ് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുവാണ്. സോ നമുക്ക് 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 പ്ലസ് 9 14 എന്ന് വരും. അതുപോലെ മോഡ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 90. സോ മോഡ് പി സ്ക്വയർ മൈനസ് മോഡ് ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 മൈനസ് 19 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5. മൈനസ് 5 അല്ല ആൻസർ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം, പി പ്ലസ് ക്യൂ ചെയ്തിട്ട് ഒന്ന് നമുക്ക് മോഡുലസ് കൂടെ എടുത്ത് നോക്കാം.
പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് 3 ദാറ്റ് ഇസ് 4i പ്ലസ് മൈനസ് 2 പ്ലസ് 3 1 ആണ് പ്ലസ് 3 പ്ലസ് 1 4k എന്ന് വരും. ഇനി ഇതിന്റെ മോഡുലസിന്റെ സ്ക്വയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഇസ് 16 പ്ലസ് 1 പ്ലസ് 16 32 പ്ലസ് 1 33. രണ്ടും ഈക്വൽ വാല്യൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഗിവൺ ബൈ മോഡ് ആർ ഈക്വൽ ടു 5 ആൻഡ് ആർ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു 3√3. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒട്ടും ക്ലിയർ അല്ല. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ എക്സാമിന് വന്നിട്ടുള്ളത്. കുസാറ്റ് കാറ്റിന് വന്നിട്ടുള്ള ചോദ്യം ഇതാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. പക്ഷെ ഇല്ലെങ്കിൽ ഇൻ കേസ് നമുക്കത് കിട്ടിയില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. മോഡ് ആർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ? ആർ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു 3√3 എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രക്ചർ? ഇത് രണ്ടും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. സോ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണെന്ന് നമുക്കറിയാം. ദെർഫോർ മോഡ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 5 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഇതെന്താണ്? ഇതൊരു സ്ഫിയർ ആണ് വിത്ത് റേഡിയസ് 5 ആൻഡ് സെന്റർ അറ്റ് ഒറിജിൻ. അപ്പൊ ഇതൊരു സ്ഫിയർ ആണ്. സ്ഫിയർ അറ്റ് സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 5 ആയിട്ടുള്ള സ്ഫിയർ ആണ് ഈ മോഡ് ആർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇനി ഇതെന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം അല്ലെ? ദാറ്റ് ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഈക്വൽ ടു 3√3 എന്നാണ് തന്നിട്ടുള്ളത്. നമ്മളിത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 വൈ പ്ലസ് സെഡ് ഇൻറ്റു 1 സെഡ് ഈക്വൽ ടു 3√3. ഇത് ഒരു സർഫസ് ആണ്. സോ ഈ ഒരു സ്ഫിയറും ഈ ഒരു സർഫസും കൂടെ ഉണ്ടാക്കുമ്പോൾ, അതായത് ഇത് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സർക്കിൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ സ്ഫിയർ എന്ന് വിചാരിക്കുക. ഈ സ്ഫിയർ ഒരു ഈ പ്ലെയിൻ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാണ്. പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനൊരു സർക്കിൾ ആയിരിക്കും. ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ? അതാണ് ഈ സ്ഫിയറിന്റെ റേഡിയസ് 5 ആണ് എന്ന് പറയാം. ലെറ്റ് ദിസ് ബി O. ഇത് A ആയിരിക്കട്ടെ. നമുക്ക് ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ശരിയാണല്ലോ? ഇത് B ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് കാണേണ്ടത് AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. OA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്കറിയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പൊ OB കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതൊരു എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ ഈ OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കലാണ് കുറച്ച് നമുക്ക് അറിയേണ്ട കാര്യം. അത് സിമ്പിൾ ആണ്. കാരണം നോക്കൂ, ഈ സ്ഫിയറിൽ നിന്ന് ആ പ്ലെയിനിലേക്കുള്ള ദൂരം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സ്ഫിയറിൽ നിന്ന് പ്ലെയിനിലേക്കുള്ള ദൂരം. അപ്പൊ OB എന്നാണ് പറഞ്ഞിട്ടുള്ളത്. OB ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം R ഇൻറ്റു I പ്ലസ് ജെ പ്ലസ് കെ ആയിരുന്നു. സോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ഇൻറ്റു I പ്ലസ് ജെ പ്ലസ് കെ മൈനസ് R ഇൻറ്റു I പ്ലസ് ജെ പ്ലസ് കെ. R ഇൻറ്റു I പ്ലസ് ജെ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ 3√3 എന്നറിയാം. അപ്പൊ അതുകൊണ്ട് 3√3 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് I പ്ലസ് ജെ പ്ലസ് കെ. ആ ഡിസ്റ്റൻസ് ഫോർമുല മാത്രമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ 0 ഇൻറ്റു ആ വെക്ടർ 0 വെക്ടർ ആണ്.
ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് 0. സോ 0 മൈനസ് 3√3 അതിന്റെ മോഡുലസ് ആയതുകൊണ്ട് നമുക്ക് 3√3 എന്ന് എഴുതാം. ആൻഡ് I പ്ലസ് ജെ പ്ലസ് കെയുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് വരും, 3 ആണ് വിത്ത് എ റൂട്ട്. ശരിയാണല്ലോ? മോഡുലസ് ഓഫ് I പ്ലസ് ജെ പ്ലസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു √3. സോ √3 എന്ന് എഴുതി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് OB ഈക്വൽ ടു 3. ഇനി AB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞത് OA ആണ്. സോ OA സ്ക്വയർ ഈക്വൽ ടു OB സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഓൾസോ 3ഉം 5ഉം ആണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ രണ്ട് സൈഡ്സ് അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം അത് 4 ആയിരിക്കും. ശരിയാണല്ലോ? 5 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. ഇതിൽ നിന്ന് AB ഈക്വൽ ടു 4. സോ നമ്മുടെ ഡിസയേർഡ് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ് എന്ന് നമുക്ക് കിട്ടും. ഇവിടെ ഓപ്ഷൻസ് തെറ്റിപ്പോയിട്ടുണ്ട്. റേഡിയസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ വന്നിട്ട് 4 എന്നുള്ള ഓപ്ഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ 1, 2, 3, 4 എന്നായിരുന്നു. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെക്ടറിൽ നിന്ന് ഏകദേശം ഈ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാ വർഷവും വരാറ്. അപ്പം 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 3 ഡിഫറെന്റ് ഏരിയാസ് ടച്ച് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം നമ്മുടെ 1 മന്ത് ക്രാഷ് കോഴ്സിനെ പറ്റിയിട്ട്. കുസാറ്റ് അതുപോലെ മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. 15th April ആണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്. സോ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ mathsion.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ഓൾസോ നമ്മുടെ കോൺടാക്ട് നമ്പർ ഈ തന്നിട്ടുള്ളതാണ്. ഫീൽ ഫ്രീ ടു കോൺടാക്ട് us. So thank you.